ഹായ് വെൽക്കം ബാക്ക്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ പേജ് ട്രാൻസിഷൻ ആനിമേഷൻ ആണ്. സോ ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാം എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് ഹോം പേജിനകത്താണ്. നമ്മൾ എബൌട്ടിലോട്ട് റൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കോൺടാക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ. സോ ഈ ഒരു എഫക്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോ റൗട്ട് മാറുമ്പോഴും ഈ ഒരു ട്രാൻസിഷൻ ഇഫക്റ്റ് നമുക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസ് റിയാക്ട് ജെഎസ്, ഫ്രെയിം ഓഫ് മോഷൻ, സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ടെയിൽവിൻ വ്യൂസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെയിൽവിൻ വ്യൂസ് CSS നിങ്ങൾക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ റെഫർ ചെയ്യുക ആൻഡ് കം ബാക്ക്. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാനൊരു റിയാക്ട് ആപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അഗൈൻ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് യൂസ് ചെയ്തിട്ടോ വീട്ടിൽ യൂസ് ചെയ്തിട്ടോ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക. ആൻഡ് ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് ടെയിൽവിൻ സീരീസ് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ഫോൺ കൂടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗുൾ ഫോൺസ് എന്ന് പോപ്പൻസ് എന്ന് പറഞ്ഞൊരു ഫോൺ കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ഫോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഞാൻ ഈ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്ത് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അറിയില്ല എന്നുണ്ടെങ്കിൽ. സോ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്തായാലും. ഓക്കെ, സോ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഒരു 3 പേജസ് കാണാം. സോ ഞാനിവിടെ കമ്പോണന്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ സൂക്ഷിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കമ്പോണൻസ്. ഓക്കെ, കമ്പോണൻസിനകത്ത് ആദ്യം navbar ഡോട്ട് JSX ആൻഡ് സി. ഓക്കെ, അടുത്ത ഹോം ഡോട്ട് JSX സി. അടുത്തായിട്ട് about dot CSS, I mean about dot JSX, extension JSX ആണ് JSX JSX RAC sorry read me correctly about RAC okay. And last item the contact എന്ന് പറഞ്ഞിട്ട് contact dot JSX എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം RAC. ഓക്കെ, സോ ഇനി നമുക്ക് റിയാക്ട് റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാൻ ടെർമിനൽ ഒന്ന് ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, npm install react router tom. നമ്മൾ ആക്ച്വലി ഫ്രെയിം ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫ്രെയിം ഓഫ് മോഷൻ കൂടെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. ഇപ്പോഴേ ഫ്രെയിം മോഷനകത്ത് പോയിട്ട് ഇൻഡക്ഷനകത്ത് ഇൻസ്റ്റാളേഷൻ കമാൻഡ് ഉണ്ട്, കോപ്പി ചെയ്യുക, നേരെ വരിക, ടെസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ഫ്രെയിം മോഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. npm രണ്ട് ഓക്കെ റൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും വേണ്ടത് നമുക്ക് നമ്മുടെ റൗട്ടർ സെറ്റ് ചെയ്യണം. അതായത് അതിന് നമുക്ക് ആദ്യം ഇൻഡെക്സ് ഡോട്ട് HTML പോവാം. ഇൻഡെക്സ് ഡോട്ട് ഐ മീൻ മെയിൻ ഡോട്ട് JSX, ഇൻഡെക്സ് ഡോട്ട് HTML അല്ല, മെയിൻ ഡോട്ട് JSX ഫയലിലോട്ട് വരിക. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ആക്ച്വലി ബ്രൗസർ ഡോം ആയിരിക്കും. ഓക്കെ, ബ്രൗസർ റൗട്ടർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് കമ്പോണന്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്രൗസർ റൗട്ടർ യൂസ് ചെയ്യാം. ബ്രൗസർ റൗട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മുടെ എന്തിനാ റാപ്പ് ചെയ്യാം, കമ്പോണന്റിനെ നമുക്ക് റാപ്പ് ചെയ്യാം. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, നാവാറിലോട്ട് വരാം. നമുക്ക് ഈ പേജ് ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് nav bar. ഓക്കെ, സോ നമ്മുടെ നാവാറിന് നമുക്ക് എലമെന്റ്സ് കൊടുക്കണേന്. ഓക്കെ, സോ ആദ്യം ഞാൻ നമുക്കൊരു ലോഗോ എലമെന്റ് കൊടുക്കാം. ലോഗോ ഡോട്ട് ലോഗോ. ഓക്കെ, സോ ലോഗോയ്ക്കകത്ത് നമുക്ക് ലിങ്ക് യൂസ് ചെയ്യാം, പ്രത്യേകിച്ചുള്ള ലിങ്ക് യൂസ് ചെയ്യാം. സോ ലിങ്ക് ഓക്കെ, ലിങ്കിൻ്റെ അകത്ത് നമുക്ക് അതിന് വേണ്ടത് ആക്ച്വലി നമ്മൾ എന്താണ് ഒരു ലോഗോ കമ്പോണന്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ കീബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം.
വി ബിൽഡ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ക്ലാസ് നെയിം കൊടുക്കാം. നമുക്ക് നാപ്പ് ലിങ്ക് എന്ന് കൊടുക്കാം. ആൻഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പാത്ത് ഇപ്പോഴേ മെൻഷൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ടു നമുക്ക് പോകേണ്ടത് നമുക്ക് ബേസിക്കലി എന്താണ് നമ്മുടെ മെയിൻ ഡിഫോൾട്ട് പേജ് ആണ്. സോ സ്ലാഷ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി നമ്മുടെ നാവ് ലിങ്ക്, ഐ മീൻ നാവ് എലമെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലോക്ക് ആയിട്ടുണ്ട്. ഇനി നാവ് എലമെന്റ്സിലോട്ട് പോവാം. സോ ഡോട്ട് നാവ് എലമെന്റ്സ്. ഓക്കെ, നാവ് എലമെന്റ്സിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെയിം നാവ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ലിങ്ക്സ് കൊടുക്കാം. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, നാവ് ലിങ്ക്. ഇവിടെ നമുക്ക് നമ്മുടെ പാത്ത് മെൻഷൻ ചെയ്ത് പോവാം. സോറി, സ്ലാഷ് ഹോം. ഓക്കെ, ഇവിടെ മാറ്റിയിട്ട് നമുക്കിവിടെ ഹോം ആക്കാം. ഹോം അതുകൊണ്ട് നമുക്ക് ഇവിടെ about copy paste contact copy paste. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാവ് ബാറിന് നമുക്ക് ആപ്പിലോട്ട് വിളിക്കാം. നമ്മുടെ ആപ്പ് കമ്പോണന്റ് അകത്തേക്ക് നമുക്ക് വിളിക്കാം നാവ് ബാർ. ഓക്കെ, നമുക്ക് നാവ് ബാർ കമ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ പെട്ടെന്ന്. സോ നാവ് ബാറിലോട്ട് വരിക. നാവ് ബാർ വിത്ത് ദിസ് ഫുൾ h will be ഒരു 10 vh. Flex items center justify between. Okay. ഓക്കെ, സോ ഇനി നമുക്ക് ഒരല്പം പാഡിങ് കൊടുക്കണം. px ഡിറക്ഷനിൽ ഒരു 10. ഓക്കെ, കുറച്ചകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഫ്ലെക്സ് items center justify center cap 3 gap gap 3. ഓക്കെ, 3 പോരാ, ഒരു 5 കൊടുക്കാം. 5 ആൻഡ് ഇതിന് നമുക്ക് font will be semi bold, probably semi bold. ഓക്കെ, ബോൾഡ് ആക്കിയിട്ടുണ്ട്. ടെക്സ്റ്റ് കുറച്ചുകൂടെ വലുതാക്കാം. നമുക്ക് ടെക്സ്റ്റ് will be ഒരു 1.5 run. ഓക്കെ, ലുക്സ് ഗുഡ്. ഇനി നമുക്ക് നമ്മുടെ ഓരോ പേജ് ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്കൊന്ന്. ഓക്കെ, നമ്മുടെ ഹോം പേജിന് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാം, ജസ്റ്റ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് ഓക്കെ വിത്ത് വിൽ ബി ഫുൾ h ഒരു 90 vh കൊടുക്കാം. നമ്മൾ ഓൾറെഡി നാവ് ബാറിന് എന്താണ് ഒരു 10 vh യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് bg ഒരു ബ്ലൂ കളർ, ബ്ലൂ ഒരു 300 പ്രോബബ്ലി. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിനെ ആപ്പ് ഡോട്ട് j6ലേക്ക് വിളിക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആപ്പ് ഡോട്ട് j6ന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, റൗട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, റൗട്ട് സെറ്റ് ചെയ്യാം ഇതിനകത്ത് തന്നെ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റൗട്ട് കൊടുക്കാം. റൗട്ട്സ്. ഓക്കെ, റൗട്ട്സിനകത്ത് നമുക്ക് ഇതിനെ റാപ്പ് ചെയ്യാം. റൗട്ട്സിനകത്ത് ഓരോ റൗട്ട് വിളിക്കണം. ഓക്കെ, ബേസിക് റൗട്ടിങ് ആണ് റേറ്റില്. ഓക്കെ, ഓരോ റൗട്ട് വരും. സോ റൗട്ട്സ് വിളിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ മെൻഷൻ ചെയ്യാനുണ്ട്. സോ ഞാനിവിടെ ലൊക്കേഷൻ, യൂസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹുക്ക് കൂടെ യൂസ് ചെയ്യാണ്. സോ നമുക്ക് ഇവിടെ യൂസ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഹുക്ക് കൂടെ യൂസ് ചെയ്യാം. യൂസ് ലൊക്കേഷൻ. ഓക്കെ, ഇമ്പോർട്ടായിട്ടുണ്ട്. ഇതിനൊരു വേരിയബിൾ സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് എന്താ ലൊക്കേഷൻ എന്ന് കൊടുക്കാം. ലൊക്കേഷൻ ഈക്വൽ ടു ലൊക്കേഷൻ എന്ന് കൊടുക്കാം.
ആൻഡ് നമ്മുടെ റൗട്ട്സിന് ഇവിടെ വന്നിട്ട് നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. സോ ലൊക്കേഷൻ is equal to sorry location is equal to location എന്ന് നോക്കാം location and നമുക്ക് ഇവിടെ നിന്ന് കീ ഇവിടെ പാസ് ചെയ്യാം. കീ ജി അല്ല കീ is equal to നമ്മുടെ ലൊക്കേഷൻ ഡോട്ട് പാത്ത് നെയിം കൊടുക്കാം. ലൊക്കേഷൻ ഡോട്ട് പാത്ത് നെയിം പാത്ത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ റൗട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, റൗട്ടിന്റെ അകത്ത് ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഹോം എലമെന്റ് ആണ്. സോ അതിന്റെ പാത്ത് മീൻസ് ചെയ്യണം, എലമെന്റ് സെറ്റ് ചെയ്യണം. പ്രോപ്പർ ഐ മീൻ നോർമൽ റൗട്ടിങ് നിങ്ങൾക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ റെഫർ ചെയ്താലും മതി. ബേസിക്കലി ഇതാണ് സംഭവം. നമ്മൾ പാത്ത് റൗട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് പാത്ത് സെറ്റ് ചെയ്യും, എലമെന്റ് സെറ്റ് ചെയ്യും. സോ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഹോം പേജ് ആണ്. സോ അത് ഡിഫോൾട്ട് പേജ് ആണ്. സോ അതുകൊണ്ട് സ്ലാഷ് ആൻഡ് എലമെന്റ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ഹോം പേജ് ആണ് വരേണ്ടത്. സോ ഹോം സെറ്റ് ചെയ്യാം, ഹോം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പേജ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ബേസിക് റൗട്ടിംഗ് ആണ്. എഗെയിൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ റെഫർ ചെയ്താൽ മാത്രം മതി. സോ ഞാൻ ഈ ഒരു എന്താണ് ക്ലാസ്സസ് ചെയ്യുന്ന ഇവിടെയും കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാം, നമുക്ക് പേജ് ഒന്ന് അറിയാൻ വേണ്ടി വെച്ചു. ഹോം എന്ന് എടുക്കുവാണ്. ആൻഡ് ക്ലാസ് നെയിം വിൽ ബി, നമുക്ക് ക്ലാസ് നെയിമില് ടെക്സ്റ്റിന്റെ സൈസ് ഒന്ന് കൊടുക്കാം. ടെക്സ്റ്റ് ഒരു 10 റൺ യൂസ് ചെയ്യാം. ആൻഡ് ഫോണ്ട് വിൽ ബി സെമി ബോൾഡ് ആസ് വെൽ. ഓക്കെ, നമുക്കിത് മൊത്തത്തിൽ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് അബൌട്ടിൽ പേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് മാറ്റി വിടേണ്ട അബൌട്ട് മാത്രം പറ്റും. അബൌട്ട് ആൻഡ് സെയിം നമുക്ക് കോൺടാക്റ്റിലും പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ മാറ്റിയിട്ട് കോൺടാക്ട് കൊടുക്കാം. കോൺടാക്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ആപ്പ് ഡോട്ട് ബേസിക്സിലോട്ട് വരാം. ബാക്കി പേജസിൻ്റെ കൂടെ റൗട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് അബൌട്ട് ആണ്. അബൌട്ട്. സോ എന്ത് ചെയ്യുക, ഇവിടെയും അബൌട്ട് കൊടുക്കുക. മേക്ക് ഷുവർ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഇവിടെ നമുക്ക് കോൺടാക്ട് കൊടുക്കാം. കോൺടാക്ട് ആൻഡ് ഇവിടെയും കോൺടാക്ട് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ബേസിക് റൗട്ടിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അബൌട്ടിലോട്ട് പോകുന്നുണ്ട്, കോൺടാക്റ്റിലോട്ട് പോകുന്നുണ്ട്, ഹോമിലോട്ട് വരുന്നുണ്ട്. ഐ മീൻ ഓക്കെ, ഹോമിലോട്ട് വരുന്നുണ്ട്. ഇവിടെയും നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടത്, ഇവിടെ ചെറിയൊരു ഗ്ലിച്ച് വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഹോം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ബൈ ഡിഫോൾട്ട് ആ പേജിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റൗട്ട് പ്രത്യേകിച്ച് ഹോം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അബൌട്ട്, കോൺടാക്ട് ആൻഡ് ഹോം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് വേണമെങ്കിൽ നമുക്ക് അതിന് സെൻട്രലിലൂടെ ആക്കാം. സെൻട്രലിലൊക്കെ നമുക്ക് നാബാറും കൂടെ ആ ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ അങ്ങോട്ട് ആവും. ഓക്കെ, നമുക്ക് നാബാറോട്ട് വരാം. ഇതിനകത്ത് നമുക്ക് ഇവിടെ തന്നെ ബിജി ബ്ലൂ നമുക്ക് കൊടുത്ത് 300 ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നോക്കട്ടെ. യെസ്, 300 ആണ്. പിന്നെ നമുക്ക് അതിലേക്കുന്ന ടെക്സ്റ്റ് എല്ലാ പേജിലും ഒന്ന് സെൻറ്റർ ആക്കാം. നമുക്ക് ഇവിടെ ഫ്ലെക്സ് ഐറ്റംസ് സെൻറ്റർ ജസ്റ്റിഫൈ സെൻറ്റർ ഈ ഒരു ഐക്കൺസ് ഇവിടെ വേണ്ട. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കോപ്പി ആണിത്. ഇവിടെയും പേസ്റ്റ് ചെയ്യാം, കോൺടാക്റ്റിലും പേസ്റ്റ് ചെയ്യാതെ. ഓക്കെ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ പേജിന്റെ ഒരു സെൻറ്ററിലോട്ട് ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഒരു ട്രാൻസിഷൻ അനിമേഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രെയിം മോഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തായിരിക്കും നമ്മൾ കസ്റ്റം ട്രാൻസിഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ കസ്റ്റം ട്രാൻസിഷൻ നമുക്ക് എല്ലാ പേജിലും ലിങ്ക് ചെയ്യാം. ഓക്കെ, സോ സോഴ്സിനകത്ത് ട്രാൻസിഷൻ ഡോട്ട് JSX എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്മൾ പുതിയൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് RFC ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ശരിക്കും വേണ്ടത് നമുക്ക് ഇവിടെ ആക്ച്വലി
ഓക്കെ, നമുക്ക് ഇവിടുന്ന് കുറച്ച് കമ്പോണൻസ് പാസ് ചെയ്യാൻ കൂടെ ഉണ്ട്. അതായത് ആദ്യം നമുക്ക് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യാം, ഐ മീൻ ഇമ്പോർട്ട് ചെയ്യാം മോഷൻ. നമുക്ക് ഫ്രണ്ട് മോഷനിൽ മോഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡെവിന്റെ മോഷൻ ഡോട്ട് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അനിമേഷൻ പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് നല്ല അനിമേഷൻ വർക്ക് ചെയ്യത്തന്നെ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് മോഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഞാനിവിടെ ട്രാൻസിഷൻ്റെ അകത്ത് ഞാനൊരു ഒരു കമ്പോണന്റ് ഒന്ന് പാരാമീറ്ററിൽ ഇടുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ആ ഒരു കമ്പോണന്റിനെ റാപ്ഡ് കമ്പോണന്റ് എന്ന് വിളിക്കും. ഓക്കെ, റാപ്ഡ് കമ്പോണന്റ് എന്ന് വിളിക്കാം, റാപ്ഡ് കമ്പോണന്റ്. ഓക്കെ, നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം, ഞാൻ ഇവിടെ നേരെ ഫംഗ്ഷൻ പാസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതിനെ ബ്രേക്ക് ചെയ്യാം. ആൻഡ് ഞാൻ ഒരു ഫ്രാഗ്മെന്റ് ഓപ്പൺ ചെയ്യുവാണ്. അതിനകത്ത് ഞാൻ റാപ്ഡ് കമ്പോണന്റ് കോൾ ചെയ്യുകയാണ്, റാപ്ഡ് കമ്പോണന്റ്. ഓക്കെ, റാപ്ഡ് കമ്പോണന്റ് താഴെ നമുക്ക് രണ്ട് ഡെവിന്റെ ആവശ്യമുണ്ട്. രണ്ട് ഡെവിന്റെ ആണെന്ന് വെച്ചാൽ ഒരെണ്ണം ട്രാൻസിഷൻ ഇന്നും ട്രാൻസിഷൻ ഔട്ടും സെറ്റ് ചെയ്യണം. അങ്ങനെ രണ്ട് ഡിഫറെന്റ് അനിമേഷൻ സെറ്റ് ചെയ്യണം. ഒന്ന് ട്രാൻസിഷൻ ഇൻ ആൻഡ് ട്രാൻസിഷൻ ഔട്ട്. ഓക്കെ, അതൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിഷൻ ഇൻ അനിമേഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് തന്നെ ഡെവ് വേണം, ഡെവ് അല്ല മോഷൻ ഡോട്ട് ഡെവ്. ഓക്കെ, മോഷൻ ഡോട്ട് ഡെവ് എങ്കിൽ മാത്രം നമുക്ക് എന്താ ഫ്രണ്ട് മോഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ ക്ലാസ് നെയിം കൊടുക്കുകയാണ്. അതും സ്ലൈഡ് ഇൻ ആണ് ചെയ്യുന്നത്, സ്ലൈഡ് ഇൻ. ഓക്കെ, സ്ലൈഡ് ഇൻ ചെയ്യുകയാണ്. സോ അതിനകത്ത് നമുക്ക് വരുന്ന അനിമേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഇനിഷ്യൽ സ്കെയിൽസ് മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ഇനീഷ്യൽ എന്താണ്, സോറി ഇതിനകത്തല്ല, ക്ലാസ്സിനകത്ത്. ഓക്കെ, സോ ക്ലാസ് ഐ മീൻ ക്ലാസ്സിലെ ഇതിന് പുറത്ത്, ക്ലാസ്സിന് പുറത്ത് നമുക്ക് ഡേറ്റ എഴുതാം. സോ ഒരു കൺഫ്യൂഷൻ നമുക്ക് എഴുതാവും. ഓക്കെ, സോ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒയുടെ സ്കെയിലാണ് കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ. സോ ഇനീഷ്യൽ സ്കെയിൽ y എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും ഇനീഷ്യലി. ആൻഡ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി എടുക്കുവാണ്. നമ്മൾ ഇനീഷ്യൽ മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് അനിമേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അനിമേറ്റും y 0 ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കണം. എക്സിറ്റ് നമുക്ക് സ്കെയില് എന്താ, എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് 1 ഫുൾ സ്കെയിൽ കൊടുക്കണം. ആൻഡ് നമുക്ക് ഒരു ട്രാൻസിഷൻ പ്രോപ്പർട്ടി കൂടെ അപ്ലൈ ചെയ്യാം. ട്രാൻസിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, ട്രാൻസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡ്യൂറേഷൻ ആണ് മെൻഷൻ ചെയ്യേണ്ടത്. സോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ആൻഡ് നമുക്ക് ഈസ് പ്രോപ്പർട്ടി കൂടെ കൊടുക്കാം. ഈസ് ഒരു കുറച്ച് റാൻഡം വാല്യൂ 0.22, 1, 0.36, 1. ഓക്കെ, ആൻഡ് ഈ ഒരു എൻറ്റയർ ഡിവ്, അതായത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആക്ച്വലി നമ്മുടെ സ്ലൈഡ് ഇൻ അനിമേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്ലൈഡ് ഔട്ട് അനിമേഷൻ കൂടി ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്ലൈഡ് ഇൻ അനിമേഷൻ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് ക്ലാസ് കൊടുക്കണം. അതായത് ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതിന്റെ പൊസിഷൻ നമുക്ക് സ്റ്റൈൽ ചെയ്യണം ആദ്യം. സോ അതൊരു ടെക്സ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഒരു ഡിവ് ആയിരിക്കും ഇതിനെ ക്ലോസ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. സോ ആ ഒരു ഡിവിനാണ് നമ്മൾ ഇപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് നമുക്ക് ടോപ്പ് എന്ന് ആ ഡിവ് ഇനിഷ്യലി എവിടെ ഇരിക്കണം, 0-ലായിരിക്കണം. ആൻഡ് ലെഫ്റ്റ് എന്ന് ആ ഡിവ് 0-ലായിരിക്കണം. ആൻഡ് അതിന്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുൾ ആയിരിക്കണം. ആൻഡ് എച്ച് എന്ന് പറയുന്നത് സ്ക്രീൻ ആയിരിക്കും, അതായത് 100 VH അല്ലെങ്കിൽ 100% വിഡ്ത്ത് ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, PG നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ആൻഡ് ഒറിജിൻ പൊസിഷൻ, ഒറിജിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്ലൈഡ് ഇൻ ആണ്. സോ അത് ബോട്ടം ആണ് കൊടുക്കുന്നത്, ബോട്ടം. ഓക്കെ, സോ അടുത്ത് നമുക്കൊരു ഡിവ് കൂടെ വേണം. ഇത് നമുക്ക് സ്ലൈഡ് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ സ്ലൈഡ് ഇൻ മാറ്റി സ്ലൈഡ് ഔട്ട് കൊടുക്കുക. ആൻഡ് ടോപ്പ് നിന്നും ലെഫ്റ്റ് നിന്നും 0 തന്നെയാണ്, ബാക്കി എല്ലാം 0 ആണ്. ബട്ട് നമുക്ക് ഒറിജിൻ പൊസിഷൻ എന്ത് ചെയ്യാം, ഇവിടെ ടോപ്പ് ആക്കാം. ആൻഡ് ഇനീഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും. ആൻഡ് എക്സിറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും, കാരണം സ്ലൈഡ് ഔട്ട് അനിമേഷൻ ആണ്. ഓക്കെ, ബാക്കി ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരുന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആക്ച്വലി നമുക്ക് ഓരോ പേജിന്, അതായത് നമ്മുടെ നാബാർ അല്ലെങ്കിൽ
നമ്മൾ റൗട്ട് ചെയ്തിട്ടുള്ള ഓരോ പേജിനെയും ട്രാൻസിഷൻ എന്ന് പറയുന്ന ഈ കമ്പോണന്റ് കൊണ്ട് റാപ്പ് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഹോം പേജിലോട്ട് പോകാം. എന്നിട്ട് ഇവിടെ ഹോമിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ട്രാൻസിഷൻ ഇമ്പോർട്ട് ചെയ്യുക. ട്രാൻസിഷൻ ഓക്കെ, ട്രാൻസിഷൻ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഹോം കൊടുക്കാം. ഇങ്ങനെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ റൗട്ടിനും ആദ്യം ചെയ്യണം. കൺട്രോൾ എക്സ് ട്രാൻസിഷൻ ഇമ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇതിനകത്ത് നമുക്ക് എബൌട്ട് കൊടുക്കാം. ആൻഡ് അഗെയിൻ കോണ്ടാക്റ്റിന് സെയിം പ്രോസസ്. കൺട്രോൾ എക്സ് ട്രാൻസിഷൻ, ഇതിനകത്ത് നമുക്ക് കോണ്ടാക്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ഫൈനൽ സ്റ്റെപ്പ്. ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അനിമേഷൻ നമുക്ക് കാണാം, ബട്ട് ഇനിഷ്യലി ഉള്ള ഒരു അനിമേഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് ഇത് എല്ലാ പേജിനും പ്രോപ്പർ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡോട്ട് ജെ എസ് എക്സിന് പേജിനെ നമുക്ക് പ്രൈമർ മോഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 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 എലമെന്റ് ഉണ്ട്, ഐ മീൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനകത്ത് റാപ്പ് ചെയ്യണം. സോ അതിനെ നമുക്ക് ഈ റൗട്ടിനെ മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. ആൻഡ് ഈ റൗട്ടിനെ അനിമേറ്റ് പ്രസൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അനിമേറ്റ് ഓക്കെ, സോറി, നമുക്ക് താഴെ കിട്ടി കഴിഞ്ഞാൽ കാണിക്കത്തുള്ളൂ. അനിമേറ്റ് പ്രസൻസ്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി ഇതുണ്ട്. ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് റാപ്പ് ചെയ്യണം. സോ നമ്മുടെ റൗട്ടിനെ, സോ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യണം നമ്മുടെ റൗട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മോഡ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി വരുന്നുണ്ട്. ആൻഡ് അത് നമുക്ക് വെയിറ്റ് ആയിട്ട് കൊടുക്കാം. വെയിറ്റ്. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു, ഹോമിലോട്ട് പോകുമ്പോഴും ട്രാൻസിഷൻ വരുന്നുണ്ട്, കോണ്ടാക്റ്റിൽ പോകുമ്പോഴും ട്രാൻസിഷൻ വരുന്നുണ്ട്, തിരിച്ച് ഹോമിലോട്ട് വന്നാലും ട്രാൻസിഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ട്രാൻസിഷൻ ടൈം ഒക്കെ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർട്ടി അനുസരിച്ച് നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാൻ. നമുക്ക് ട്രാൻസിഷൻ്റെ അകത്ത് ഈ വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ള വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.